ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. 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 എൻ്റെ പ്രിയമുള്ളവരെ, ഈ സമയം നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ ആരാധിക്കാൻ പോകുന്ന നിമിഷമാണിത്. നമ്മുടെ ഫ്ലോറിൽ ഒരു മനോഹരമായ പരിശുദ്ധ അമ്മയുടെ സ്റ്റാച്ചു ഉണ്ട്. നിങ്ങൾ നോക്കിക്കേ, ഇത് മനോഹരമായ പരിശുദ്ധ അമ്മ. നമുക്കെപ്പോഴും ഓടിച്ചെന്ന് മധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുവാൻ യേശു നമുക്ക് വേണ്ടി തന്നിട്ട് പോയ നമ്മുടെ അമ്മ, ആ അമ്മയെ ഒന്ന് നിങ്ങൾ നോക്കിക്കേ. പ്രിയമുള്ളവരെ, ദൈവം മനുഷ്യരുടെ അടുത്തേക്ക് വരുന്ന രാജവീതിയാണ് മറിയം. അതുപോലെ നമ്മൾ ദൈവത്തിൻ്റെ പക്കലേക്ക് ചെല്ലുവാനുള്ള രാജവീതിയും പരിശുദ്ധ മറിയമാണ്. അമ്മയുടെ മാധ്യസ്ഥം ചെയ്ത് യാചിച്ചുകൊണ്ട് ഈ സമയം നമ്മൾ പുത്രനായ യേശുവിനെ ആരാധിക്കുന്ന നിമിഷമാണിത്. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം പരിശുദ്ധ അമ്മയുടെ സ്തോത്രഗീതം. ലൂക്കായുടെ സുവിശേഷം 1, 2 അധ്യായമൊക്കെ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതിലൊരു ചെറിയൊരു സംഭവം പറഞ്ഞുകൊണ്ട് നമ്മൾ പരിശുദ്ധ അമ്മയിലൂടെ നമ്മൾ ഈശോയെ ആരാധിക്കാനായിട്ട് പോവുകയാണ്. പ്രത്യേകമായിട്ട് ലൂക്കാ സുവിശേഷം 1:15 വചനമനുസരിച്ച് അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ യോഹന്നാൻ പരിശുദ്ധാത്മാവ് നിറയും എന്ന വചനം പൂർത്തീകരിക്കുവാനായിട്ടാണ് പരിശുദ്ധ അമ്മ എലിസബത്തിൻ്റെ വീട്ടിലെത്തുന്നത്. അത് നമ്മൾ ലൂക്കാ സുവിശേഷം 1-ാം അധ്യായം 39 മുതൽ 42 മുതൽ വായിക്കുമ്പോൾ നമുക്കറിയാവുന്നതാണ്. അവിടെ മംഗളവാർത്തയിൽ പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മംഗളവാർത്തയിൽ പരിശുദ്ധ അമ്മയ്ക്ക് നേരിട്ട് വന്ന, ശ്രദ്ധിച്ചു കേൾക്കണം, പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത സമയം നേരിട്ട് വന്ന പരിശുദ്ധാത്മാവിന് എലിസബത്തിൻ്റെ അടുക്കലേക്ക് വരാമായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ വഴിയാണ് അത് സംഭവിക്കണം എന്നത് ദൈവിക പദ്ധതിയാണ്. പരിശുദ്ധ അമ്മ അവിടെ ചെന്നുടനെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധാത്മാവിനാൽ തുള്ളിച്ചാടി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ പ്രിയമുള്ളവരെ, ദൈവത്തിൻ്റെ അപരിമയമായ ഒരു സ്നേഹമാണിത്. പരിശുദ്ധ അമ്മയിലൂടെ ഈ സമയം നമ്മൾ ദൈവത്തെ ആരാധിക്കുമ്പോൾ, എൻ്റെ പ്രിയമുള്ളവരെ, ഈ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടത്, ഈ സമയം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. ഇവിടെ നമ്മൾ വായിച്ചു കേട്ട അല്ലെങ്കിൽ കേട്ട സുവിശേഷത്തിൽ പറയുന്നത് പോലെ എലിസബത്തിൻ്റെ ഉദരത്തിൽ കിടന്ന ശിശു പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യത്തിൽ കുതിച്ചു ചാടി. ഇതുപോലെ ഇതൊരു ദൈവിക പദ്ധതിയാണ്, ഒരു ദൈവിക രഹസ്യമാണിത്. ഇതുപോലെ ഈ സമയം നമ്മുടെ ജീവിതങ്ങളെയും പരിശുദ്ധ അമ്മ വഴിയായി ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരു നിമിഷം ഒന്ന് കണ്ണുകൾ അടയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് ഈ സമയം നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥനാ നിയമങ്ങളുണ്ടോ അതെല്ലാം ഒന്ന് കൊടുത്തേ. കാരണം പരിശുദ്ധ അമ്മ വഴി നമ്മൾ സമർപ്പിക്കുന്ന എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. അതുകൊണ്ട് നിങ്ങൾ പൂർണ്ണമായിട്ടും ഈ നിമിഷം ഒന്ന് കണ്ണുകൾ അടച്ച് നിങ്ങൾ തന്നെ എല്ലാ നിയോഗങ്ങളും ഒന്ന് സമർപ്പിച്ചേ. നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ നിയോഗങ്ങളെയും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം. ആ ഒരു കൃപ വേണവർ ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചേ. ആത്മീയ കാര്യങ്ങൾ, ഒരു ഗ്രേസ്, ഒരു അനോയിൻറ്റിങ് ആവശ്യമുള്ളവരെല്ലാം പരിശുദ്ധ അമ്മയെ ഒന്ന് കൂട്ടുപിടിച്ചേ. നമ്മുടെ ഭൗതികമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. എന്നിട്ട് ഈശോയോട് ഒന്ന് പറഞ്ഞേ, നിങ്ങൾ പരിശുദ്ധ അമ്മയോട് ഒന്ന് പറഞ്ഞേ, പരിശുദ്ധ അമ്മയെ, ഈ നിമിഷം പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ എന്ന്. വലിയ സന്തോഷത്തോടു കൂടി വേണം ഈ സമയം നമ്മൾ സംസാരിക്കാൻ പരിശുദ്ധ അമ്മയോട്. വലിയൊരു ആനന്ദത്തോടു കൂടി പരിശുദ്ധ അമ്മ വഴിയായി ഈ സമയം നമുക്ക് ഈശോയെ ആരാധിക്കാം. കണ്ണുകളെല്ലാം ഒന്ന് തുറക്കാമോ? കരങ്ങളെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങൾ ഉയർത്തിപ്പിടിച്ച ഈ കരങ്ങൾ വഴി, കരങ്ങളിൽ നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളുമുണ്ട്. ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാ നിയോഗങ്ങളും ഈ കരങ്ങളിലുണ്ട്. ഈ കരങ്ങൾ വഴി
പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാം. നമ്മുടെ കരം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാമോ? ഈ ഫ്ലോറിൽ കാണുന്ന പരിശുദ്ധ അമ്മയിലേക്കൊന്ന് നീട്ടിപ്പിടിക്കാമോ? എല്ലാ നിയോഗങ്ങളൊന്ന് നീട്ടിപ്പിടിച്ചേ. എന്നിട്ട് അമ്മയോട് പറ, അമ്മേ, ഞങ്ങളുടെ നിയോഗങ്ങളെല്ലാം ഇത് അമ്മയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ തരുന്നു. അമ്മ പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. നിങ്ങൾക്കറിയാവുന്ന രീതിയിൽ ചെറിയ സ്വരത്തിൽ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പരിശുദ്ധ അമ്മേ, ഞങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ ഒന്ന് ആരാധിച്ചേ. ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ചെറിയ സ്വരത്തിൽ ഒന്ന് കരങ്ങളൊക്കെ ഒന്ന് അടിക്കാമോ? കരങ്ങളടിച്ച് വലിയ താളത്തിന് കരങ്ങളടിക്കണം. താളത്തിന് കരങ്ങളടിച്ച് അമ്മയോടൊപ്പം പുത്രനെ നമുക്ക് ആരാധിക്കാം. എല്ലാവരും ചേർന്ന് പാടാമോ? കണ്ണുകളൊക്കെ തുറന്ന് പരിശുദ്ധ അമ്മയെ ഒന്ന് നോക്കി എല്ലാവരും ഒന്ന് ആരാധിച്ചേ. പരിശുദ്ധ അമ്മയിലൂടെ ഈശോയെ എല്ലാവരും ഒന്ന് ആരാധിച്ചേ. ഈ സമയത്ത് കണ്ണുകളൊക്കെ തുറന്ന് പരിശുദ്ധ അമ്മയെ ഒന്ന് നോക്കിക്കേ. എല്ലാവരും ചേർന്ന് പാടി. കരങ്ങൾ ഉയർത്തി അടിച്ച് ആനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. അമ്മേ, അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ, അമ്മേ തായേ, അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. കരങ്ങൾ താഴ്ത്തി രണ്ട് വശങ്ങളിലേക്കും കരങ്ങൾ അടിച്ച് അമ്മേ മാതാവേ, ഈ നിമിഷം ഞങ്ങൾക്ക് വേണ്ടി പുത്രനോട് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ജീവിതയാത്രയിൽ, ഞങ്ങളുടെ ജീവിതയാത്രകളിൽ ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, പ്രാർത്ഥിക്കണമേ. ശക്തനായ ദൈവം വൻകാര്യങ്ങൾ ചെയ്യാൻ സർവശക്തിയോടെ എഴുന്നള്ളുകയാ. ചേർന്ന് പാടി. കരങ്ങൾ ഉയർത്തി. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. ലൂക്ക 1:48 വചനം. ദാസിയുടെ താഴ്മയെ തൃക്കൻ പാർത്ത പരിശുദ്ധ അമ്മ ആ അമ്മയെ മുറുകെ പിടിച്ചുകൊണ്ട് അനുദിന ജീവിതത്തിൽ വിശ്വസ്തയോടെ വ്യാപരിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി പരിശുദ്ധ അമ്മ വഴിയായി ഈശോയോട് നമുക്ക് മാധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കാം. ദാസിയുടെ താഴ്മ തൃക്കൺ പാർത്ത ഉന്നതൻ ദാസരെ ഉയർത്താനണയുന്നീ. ചേർന്ന് പാടാമോ? എല്ലാവരും കരങ്ങൾ ഉയർത്തി അടിച്ച് അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. കരങ്ങൾ താഴ്ത്തി അടിച്ച് ലൂക്ക 1:52. എല്ലാം ഉണ്ടെന്നോർത്ത് ശക്തർ വീണിടുമ്പോൾ ദുർബലരെ ദൈവം ഉയർത്തിടുന്നു.
പരിശുദ്ധ അമ്മയുടെ ആ സ്തോത്രഗീതം. എൻ്റെ പ്രിയമുള്ള ദൈവത്തിൻ്റെ പ്രിയപ്പെട്ട ജനമേ, ഈ നിമിഷം നിങ്ങൾ ഏറ്റുപാടുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ അവസ്ഥകളെയും പരിപൂർണമായിട്ട് പരിശുദ്ധ അമ്മയിൽ നമുക്ക് സമർപ്പിക്കാം. അമ്മേ, പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്ക് വേണ്ടി. എല്ലാമുണ്ടെന്നോർത്ത് ശക്തർ വീണിടുമ്പോൾ ദുർബലരെ ദൈവം ഉയർത്തിയിടുന്നേ. ചേർന്ന് പാടി. എല്ലാമുണ്ടെന്നോർത്ത് ശക്തർ വീണിടുമ്പോൾ ദുർബലരെ ദൈവം ഉയർത്തിയിടുന്നേ. കരങ്ങൾ ഉയർത്തി അടിച്ച് ആനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. അമ്മയമ്മേ തായേ, അമ്മയ്ക്ക് കരങ്ങൾ താഴ്ത്തി ശക്തമായി അടിച്ച് പാടി എല്ലാവരും. ആരാധിക്കുന്നു. അമ്മയമ്മേ തായേ, അമ്മയ്ക്കേകമകനെ ആത്മാവിലും സത്യം. ശക്തമായ കരങ്ങൾ അടിച്ച് ആവർത്തിച്ച് പാടാമോ? എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം അമ്മ മേരിയൊപ്പം ആരാധിക്കുമ്പോൾ. എന്തൊരാനന്ദം, എന്തൊരാനന്ദം, കരങ്ങൾ ഉയർത്തി എന്തൊരാനന്ദം, എന്തൊരാനന്ദം. സ്തുതിക്കാമോ? യേശുവേ എന്ന് വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഞങ്ങളെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കണ്ണുകളൊക്കെ തുറന്ന് നമ്മുടെ ഒപ്പമായിരിക്കുന്ന പരിശുദ്ധ അമ്മയെ ഒന്ന് നമുക്ക് കണ്ണുകൾ തുറന്നൊന്ന് നോക്കാം. എല്ലാ മക്കളും കണ്ണുകൾ തുറന്ന് ഈ സമയം പരിശുദ്ധ അമ്മയെ ഒന്ന് നോക്കിക്കുക. പ്രിയമുള്ളവരെ, അമ്മ നമുക്ക് വേണ്ടി നിരന്തരം പ്രാർത്ഥിക്കുന്ന അമ്മയാണ്. അന്ത്രയോസ്ലിഹായുടെ ജീവിതത്തിൽ ഒരു സംഭവം വിവരിക്കുന്നുണ്ട്. എക്സ് ആകൃതിയിലാണ് അന്ത്രയോസ്ലിഹ കുരിശിൽ തറയ്ക്കപ്പെട്ടത്. കുരിശിൽ മുറിവേറ്റ് കഠോരമായ ആ പീഡനങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അന്ത്രയോസ്ലിഹ ഈശോയെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. 2 ദിവസം സ്ലീഹ ജീവനോടെ കുരിശിൽ കിടന്നു. സ്ലീഹയുടെ ജീവചരിത്രത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഈ സമയമെല്ലാം പരിശുദ്ധ അമ്മ അന്ത്രയോസ്ലിഹയുടെ അടുത്തേക്ക് കടന്നു വരും. പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് സ്ലീഹായെ ആശ്വസിപ്പിക്കുകയും മുറിവിൽ തഴുകുകയും സാന്ത്വനപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാണ് പറയുന്നത്. എൻ്റെ പ്രിയമുള്ളവരെ, എല്ലാവരാലും അന്ത്രയോസ്ലിഹ ഉപേക്ഷിക്കപ്പെട്ടപ്പോഴും പീഡനങ്ങളിലൂടെ കടന്നു പോയപ്പോഴും പരിശുദ്ധ അമ്മ സ്ലീഹായെ അടുക്കലേക്ക് കടന്നു വന്നുകൊണ്ട് സ്ലീഹായെ ആശ്വസിപ്പിച്ചു. അതേ പരിശുദ്ധ അമ്മ ഇതാ ഇവിടെയുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതവസ്ഥയിലും അലിവ് തോന്നുന്ന ഒരമ്മ, ആ അമ്മ ഇതാ നിങ്ങൾക്ക് വേണ്ടി പുത്രനോട് മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ കൈപ്പേറിയ അനുഭവങ്ങൾ, ഹൃദയത്തിൻ്റെ മുറിവുകൾ, ഹൃദയത്തിൻ്റെ ആകുലതകളെല്ലാം ഈ സമയം പരിശുദ്ധ അമ്മയുടെ കരങ്ങളിൽ ഒന്ന് കൊടുത്ത് ഒന്ന് പ്രാർത്ഥിച്ചേ. അമ്മേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ സാഹചര്യം. അമ്മ ഈ സമയം പുത്രനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്നുള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന മനസ്സോടുകൂടി ഈ സമയം ഒന്ന് പ്രാർത്ഥിച്ചേ. കരങ്ങൾ കൂപ്പിപ്പിടിച്ചോ, കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചോ, കണ്ണുകൾ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഈ സമയമായിരിക്കാം. ഒറ്റ പ്രാർത്ഥനയെ ഉണ്ടാകാവൂ: പരിശുദ്ധ അമ്മേ,
ഇതാ എന്നെ തന്നെ മുഴുവനായിട്ടും അമ്മയുടെ കരങ്ങൾ വഴി ഈശോയുടെ കരങ്ങളിലേക്ക് ഞങ്ങളിതാ സമർപ്പിക്കുന്നു. അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മേ മാതാവേ, അമ്മേ അമ്മേ അലിവിന്നമ്മേ കൃപയുടെ മഴയാകണേ. മുറിയും ഹൃദയം പേറും മക്കൾ സാന്ത്വനവാക്കാകണേ. അമ്മേ അമ്മേ അലിവിന്നമ്മേ എൻ്റെ അമ്മേ, കൃപയുടെ മഴയാകണേ. അമ്മേ അമ്മേ അമലേ അമ്മേ നിന്നിൽ കനിവേകണേ. ആവേ ആവേ എല്ലാവരും ചേർന്ന് പാടാമോ? കണ്ണുകൾ അടച്ച് ചേർന്ന് പാടി. ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ. ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളെയും കൊടുക്കാം. രോഗങ്ങൾ, കടബാധ്യതകൾ, ജീവിതത്തിൻ്റെ എല്ലാ തകർന്ന അവസ്ഥകളെയും കൊടുക്കാം. നമ്മുടെ പാപങ്ങൾ, അരുതായ്മകളെല്ലാം സമർപ്പിക്കാം. വേദനയോടെ പരിശുദ്ധ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച്, അമ്മേ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ. രോഗങ്ങൾ, കടബാധ്യതകൾ എന്റെ സ്വസ്ഥത തകർത്തിടുമ്പോൾ വേദനയോടെ പ്രാർത്ഥിക്കുന്നു. അമ്മേ എന്നിൽ കനിയേണമേ. അമ്മേ പ്രാർത്ഥന കേൾക്കേണമേ. അമ്മേ അമ്മേ അലിവിന്നമ്മേ എൻ്റെ അമ്മേ, എൻ്റെ ആശ്രയമേ, കൃപയുടെ മഴയാ പരിശുദ്ധ അമ്മേ. അമ്മേ അമ്മേ അമരേ അമ്മേ എന്നിൽ കനിവേകണേ. എല്ലാവരും ചേർന്ന് പാടാമോ? ആവേ 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 മരിയ, ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിക്കാം. നമ്മുടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മക്കളെയൊക്കെ സമർപ്പിക്കാം. കുടുംബത്തിൻ്റെ എല്ലാ അവസ്ഥകൾ, തകർന്നു കിടക്കുന്ന അവസ്ഥകൾ, ഒരു ഉയർച്ചയില്ലാത്ത അവസ്ഥകൾ, എല്ലാ ഞെരുക്കങ്ങളെ, എല്ലാ പ്രതിസന്ധികളെയും പരിശുദ്ധ അമ്മ വഴിയായി ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അമ്മേ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ശാന്തി നശിക്കുന്ന നേരം എൻ്റെ കുടുംബം തകർന്നിടുമ്പോൾ
സ്വർലോകരാജ്ഞി പ്രാർത്ഥിക്കുന്നു, അമ്മേ പ്രാർത്ഥന കേൾക്കേണമേ, അമ്മേ പ്രാർത്ഥന കേൾക്കേണമേ. അമ്മേ അമ്മേ അലിവിന്നമ്മേ, എൻ്റെ അമ്മേ, കൃപയുടെ മഴയാകണേ, എൻ്റെ ആശ്രയമേ. മുറിയും ഹൃദയം പേറും മക്കൾ, സാന്ത്വനവാക്കാകണേ. അമ്മേ അമ്മേ എല്ലാവരും ചേർന്ന് പാടാമോ? അമ്മേ കൃപയുടെ മഴയാകണേ, അമ്മേ അമ്മേ അമലേ അമ്മേ എന്നിൽ കനിവേകണേ. ആവേ 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 മരിയ. എല്ലാവരും കരങ്ങൾ വീശി, ആവേ കണ്ണുകളൊക്കെ തുറന്ന് കരങ്ങൾ വീശി. ആവേ 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 മരിയ, ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ, ആവേ 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 മരിയ, ആവേ ആവേ മരിയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പാടിക്കേ. യേശുവേ ആരാധന, എല്ലാവരും സ്വരമുയർത്തി പാടിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ, യേശുവേ ആരാധന, യേശുവേ യേശുവേ നന്ദി പറയുന്നു, നന്ദി പറയുന്നു അപ്പാ. അവിടുത്തെ കൃപകൾ ഞങ്ങൾ യേശുവേ നന്ദി, നന്ദി പറഞ്ഞു. യേശുവേ, യേശുവേ നന്ദി, ആരാധിക്കുന്നു, മഹത്വം. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ നന്ദി. പരിപൂർണ നിശബ്ദതയിൽ നന്ദി പറഞ്ഞേ. ഈശോയെ നന്ദി. ഈ സമയം മുഴുവനും ഈശോ ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങളിതാ നന്ദി പറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ആമേൻ.